അഷ്കർ, ഓക്കെ ഓക്കെ നമ്മുടെ ഇവിടെ എന്താ സംഭവിച്ചത്? ഈ കുട്ടികൾക്ക് 2 വർഷമായിട്ട് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല എന്നൊരു പരാതി പറയുന്നുണ്ട് പല കുട്ടികൾക്കും. 7 പേരിൽ ആ 2 ആ കുട്ടികളെ പോകുന്നുള്ളൂ. അതിൽ അംഗൻവാടി ആ കുട്ടികളുണ്ട്, അവർക്കും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഇവർ അതെ ITDPയുടെ പണം നിന്നുപോയതാണ് കാരണം. ഓട്ടോ വരുന്നില്ല. അതെ അതെ ഇത് സാർ ഇതിന്റെ സംഭവം എന്താ ചോദിച്ചാല് ഇവർക്ക് പിന്നെ ഓട്ടോ വളരെ ദുർഘട പിടിച്ചൊരു റോഡായിരുന്നു മുമ്പ് നമ്മളെ ചിങ്ങക്കൽ റോഡ്. ഉവ്വ. അപ്പൊ അതിലേക്ക് പോകാൻ ഓട്ടോക്കാരെ ഒരു സമയത്ത് ഓട്ടോ ഇറങ്ങിയിരുന്നു. പിന്നെ അവർക്ക് പൈസ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നപ്പോ സ്വാഭാവികമായിട്ട് അവരിങ്ങനെ മടി കാണിച്ചു ഓട്ടോക്കാര്. ഉവ്വ. ഡിപ്പാർട്ട്മെന്റിൽ ITDPന്ന് പൈസ ഫണ്ട് കിട്ടാൻ വൈകിയ സമയത്ത് ഓടാൻ വേണ്ടി അവർ മടി കാണിച്ചു. ഇപ്രാവശ്യം നമ്മൾ സ്കൂൾ തുറക്കുന്ന മുമ്പായിട്ട് നമ്മള് സ്കൂളിൽ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു ഇവരെ സ്കൂളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. ഉവ്വ. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ITDPയുമായി ബന്ധപ്പെട്ടിട്ട് അവര് നമ്മളോട് വണ്ടിയുടെ കൊട്ടേഷൻ വിളിക്കാൻ പറഞ്ഞു. ഉവ്വ. അപ്പൊ നമ്മള് വണ്ടിക്കാരെ 3 ഓട്ടോക്കാരായിട്ട് കൊട്ടേഷൻ മേടിച്ചപ്പോ അവര് 200 രൂപയാണ് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പറയുന്നത് ഓട്ടോ ചാർജ്. ആ അപ്പൊ അത് ആ റിപ്പോർട്ട് നമ്മൾ ITDP കൊടുത്തപ്പോ അവർക്ക് 200 രൂപ കൊടുക്കാൻ പറ്റില്ല, 160 രൂപയെ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഡിപ്പാർട്ട്മെന്റ് കിട്ടിയ ഇത് നമുക്ക്. ആ പക്ഷെ ആ അടിസ്ഥാനത്തിൽ ഈ വണ്ടിക്കാർ ഓടാൻ തയ്യാറല്ല റേറ്റിനോടാണ്. ഒരു 40 രൂപയുടെ പ്രശ്നമേ ഉള്ളൂ അല്ലേ? അതെ അതെ ഇപ്പൊ എന്താ വെച്ചാല് പിന്നെ സ്കൂള് PTA ഫണ്ട് പറഞ്ഞാല് ശോചനീയാവസ്ഥ സ്കൂൾ വളരെ പ്രയാസകരമാണ്. മനസ്സിലാവും. കാരണം ഉന്നതി മേഖലയാണ്, വലിയ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരില്ല. അപ്പോൾ ഒരു ദിവസം 40 രൂപ വെച്ച് ഒരു മാസം എത്ര രൂപ അഡീഷണൽ വേണ്ടി വരും? 1200 രൂപയോളം. 1200 രൂപ മതി അല്ലേ? മതി. അതെ അതെ ITDPയുമായിട്ട് അഷ്കർ ഒന്ന് ITDP ആയിട്ടൊന്ന് സംസാരിക്കാമെങ്കിൽ ITDP 160 രൂപ തരുമല്ലോ അല്ലേ? അത് തരും. അത് കൂടുതൽ തരാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം അവർ വിളിച്ചാണ് സംസാരിച്ചിരുന്നത്. അപ്പൊ അവർക്ക് അത് പറ്റുമോ കിലോമീറ്ററിന്? അതിരിക്കട്ടെ, അതിന് അവർക്ക് എന്തെങ്കിലും നിയമമോ ചട്ടമോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി 40 രൂപയുടെ കൂടെ കാര്യമല്ലേ ഉള്ളൂ. അഷ്കർ തന്നെ മുൻകൈ എടുത്ത് തിങ്കളാഴ്ച മുതൽ ഈ കുട്ടികളെ സ്കൂളിൽ എത്തിക്കാൻ സംവിധാനം ഉണ്ടാക്കൂ. നമുക്ക് പൈസ നമുക്കിപ്പം AP അനിൽകുമാറുമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. റവന്യൂ വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന്റെ മണ്ഡലമാണല്ലോ. നമുക്ക് മന്ത്രിയുമായിട്ട് സംസാരിക്കാം. നമുക്ക് തുളസി മന്ത്രിക്ക് അതിന്റെ ഒരു ഇമെയിൽ പഞ്ചായത്തിന് അയച്ചിട്ടുണ്ട്. ഇതിപ്പോ ഇത്രയല്ലേ ഉള്ളൂ. ഒരു മാസം 1200 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ മാസത്തെ ഈ ഓഗസ്റ്റ് മാസത്തെ പൈസ ഞങ്ങൾ തന്നെ തന്നോളാം. അതാകുമ്പോഴേക്കും ബാക്കി സർക്കാർ സംവിധാനം ഉണ്ടാവും കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ച ഒന്ന് ഓട്ടോക്കാരെടുത്ത് പറഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സംവിധാനം അഷ്കർ ഏർപ്പാടാക്കുമോ? തീർച്ചയായും. കാരണം നമുക്ക് അഭിമാനമല്ലോ അവിടുന്ന് കുട്ടികൾ. അപ്പോൾ നമ്മുടെ സോണൽ അഷ്കറിനെ വിളിക്കും. എന്നിട്ട് അഷ്കറിന്റെ നമ്പർ എടുത്തിട്ട് ഞങ്ങൾ പൈസ അങ്ങോട്ട് അയച്ചു തരാം. അത് അവർക്ക് കൊടുത്തോളൂ. കാര്യം ഒരു ദിവസം പോലും കുട്ടികൾ സ്കൂളിൽ പോകാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഇത്രയും പൈസയല്ലേ ഉള്ളൂ, നമുക്ക് കൈകാര്യം ചെയ്യാം. ബാക്കി നമുക്ക് മന്ത്രിമാരോട് പറയുകയും ചെയ്യാം. അവരിപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ല, തിരക്കിലാണെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു അഷ്കർ, താങ്ക് യു. ഓക്കെ, അപ്പോൾ തിങ്കളാഴ്ച മുതൽ കുട്ടികൾ പൊക്കോട്ടെ സ്കൂളിൽ.